യൂറോ കപ്പ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ആവേശവുമായി കോഴിക്കോട്ടൊരു ഫുട്ബോൾ മത്സരം. അവിടെ അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും സ്പെയിനും ഏറ്റുമുട്ടി. കളിച്ചതാകട്ടെ മക്കളുടെ അച്ഛന്മാരും. ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചു കാണുമല്ലേ? എന്നാൽ കണ്ടുകളയാം. ആവേശം നിറയുന്ന ഈ മത്സരത്തിൽ പന്തിന് പിന്നാലെ പായുന്ന കാലുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് മക്കളെയും കൊണ്ട് കോഴിക്കോട് ആസ്ഥാനമായുള്ള KFTC അക്കാദമിയിലേക്ക് വന്നതാണ് ഈ അച്ഛന്മാർ. മക്കൾ പരിശീലനം നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ വെയിൽ കൊണ്ടാൽ മതിയോ എന്നായി ചോദ്യം. അങ്ങനെയാണ് അച്ചാസ് FC രൂപം കൊള്ളുന്നത്. ആ മക്കളെ ഫുട്ബോൾ ട്രെയിനേഴ്സിന് മക്കളെ ഫുട്ബോളിനെ അതിൻ്റെ ഒരു മാലോകത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ അച്ഛന്മാരെ ഓരോ സ്വപ്നയും അങ്ങനെ വന്ന് ഓരോ അച്ഛന്മാർ ഓരോ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അച്ഛന്മാരൊരു കൂട്ടായ്മ രാവിലെ വന്നിട്ട് ഇങ്ങനെ കുത്തിരി കളി ഇങ്ങനെ മക്കൾ കണ്ട് നിൽക്കുന്നതായിട്ട് നല്ലത്. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളൊരു ടീമാക്കി ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ 5 കൊല്ലമായിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു 10-70 അംഗങ്ങൾ നമ്മളുണ്ട്. അതിൻ്റെ പല ആൾക്കാരും ഇതിൻ്റെ ശേഷമാണ് ഇതുവരെ കളി നിന്ന് പോയ അച്ഛന്മാരാണ്. മക്കളെ കളി തുടങ്ങിയതിന് ശേഷമാണ് അച്ഛന്മാർ കളി തുടങ്ങി എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്. എല്ലാ വെറ്ററൻസ് ടൂർണമെൻറ്റിലും ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് അച്ഛന്മാരുടെ കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ. അത് കുട്ടികളുടെ കൂടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ട്രെയിനിങ് തുടങ്ങിയ KFTCൻ്റെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും ദേവഗിരി ഗ്രൗണ്ടിലായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് വെറുതെ വെയിൽ കൊള്ളുന്നിടത്തു നിന്ന് തുടങ്ങിയ കൂട്ടായ്മയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ടൂർണമെൻറ്റിലെത്തി നിൽക്കുകയാണ്. ഈ MDMA പോലുള്ള ഈ മരുന്നുകളൊക്കെ അങ്ങനത്തെ ദുഷ്പ്രവണതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ KFTCയിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയത്. നമ്മൾ അങ്ങനെ ചേർത്തി ഏകദേശം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ചാസ് എല്ലാ ഫാദേഴ്സും കൂടിയിട്ട് ഞങ്ങളൊരു അച്ചാസ് കമ്മിറ്റി രൂപീകരിച്ച്. ലോകം മുഴുവൻ യൂറോ കോപ്പ മത്സരത്തിന്റെ ആവേശത്തിലായപ്പോൾ അച്ഛന്മാരും കളത്തിലിറങ്ങി. അർജന്റീനയും ബ്രസീലും സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടി. ഞാൻ ശരിക്കും ബ്രസീലുകാരനാണ്. അപ്പോൾ ഞാൻ ടീമിൽ എത്തിയപ്പോൾ അർജന്റീനയിൽ എത്തിപ്പോയി. കോപ്പയിലെ 2 ടീം, യൂറോയിലെ 2 ടീം, അത് വെച്ചിട്ട് ഞങ്ങൾ ലീഗ് അടിസ്ഥാനം പിന്നെ ഫൈനലും വെച്ച് ഒരു ടൂർണമെന്റ് ആണ് സംഘടിപ്പിക്കുന്നത്. നല്ലൊരു കൂട്ടായ്മയാണ് ഈ അച്ചാസ് എന്ന് പറയുന്നത്. വലിയൊരു ക്ലബ്ബാക്കിയിട്ട് അവരെന്നെ നല്ലൊരു സൗഹൃദ മത്സരമല്ല, ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. എന്നാൽ 4 ടീമും നല്ല അടിപൊളി ടീമാണ്. മക്കൾ വളരുന്നതിനനുസരിച്ച് ഈ അച്ഛന്മാരുടെ പ്രായം ഗ്രൗണ്ടിൽ ചെറുതാവുകയാണ്. ആവേശം വാനോളം ഉയരുകയും. അതാണ് ഈ കാൽപന്ത് കളിയുടെ മാന്ത്രികത. മീഡിയ 1 കോഴിക്കോട്.